ശ്രീ മധു മുല്ലശ്ശേരിയിലേക്ക് തന്നെ പോകും. ശ്രീ മധു മുല്ലശ്ശേരി, BJP-യിൽ ചേരാനുള്ള തീരുമാനം അന്തിമ തീരുമാനമല്ലേ? ശ്രീ മധു മുല്ലശ്ശേരി, കേൾക്കാമോ? ഇൻട്രോ എന്തോ കേട്ടോ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു മധുസാറിന്. മധുസാർ അവിടുന്ന് പോവാണെന്ന് തോന്നുന്നു. എന്തോ സംഭവിക്കുന്നുണ്ട് അവിടുത്തെ കസേരയുടെ എന്താണ് മധു മുല്ലശ്ശേരിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മധു മുല്ലശ്ശേരി ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പോവാണ്. പോട്ടെ. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ മധു മുല്ലശ്ശേരി പാർട്ടി ആശയങ്ങളെ വഞ്ചിച്ചു എന്നൊക്കെ പറയലായിരുന്നു. എന്താണ് രായ്ക്ക് രാമാനം BJP-യിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നൊരു രാഷ്ട്രീയ ചോദ്യം ഉന്നയിക്കലാണ്. അത് മധു മുല്ലശ്ശേരിക്ക് പിടിച്ചില്ല. പോട്ടെ. റജി ലൂക്കോസ്, ഇവിടെ മധു മുല്ലശ്ശേരി എന്ന് പറയുന്നത് 42 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി കേഡറായിരുന്ന ആളാണ്. 2 തവണ രണ്ടു ടൈമിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ബ്രാഞ്ച് തലം മുതൽ വളർന്നു വന്ന പാർട്ടി കേഡറാണ്. ആ കേഡർക്ക് BJP-യിലേക്ക് പോകാൻ ഒരു മടിയും തോന്നുന്നില്ലെങ്കിൽ CPM-ന്റെ പുതിയ രാഷ്ട്രീയത്തിന് എന്തോ പ്രശ്നമുണ്ടോ ശ്രീ റജി ലൂക്കോസ്? ഹാഷ്മി ശ്വാസം വിടാതെ കണ്ട് റേഡിയോ പോലെ റെക്കോർഡ് ചെയ്ത് ഏതാണ്ട് 4 മിനിറ്റോളം നടത്തിയ ഒരു അഭ്യാസ പ്രകടനത്തിന് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മധു മുല്ലശ്ശേരി പോലെ എഴുന്നേറ്റ് പോയി. കാരണം ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ CPM-ന്റെ ശ്വാസമാണ് മധു മുല്ലശ്ശേരി വിട്ടത്. ആ മധു മുല്ലശ്ശേരിക്ക് പോലും അത് അസഹനീയമായിട്ട് തോന്നുമെങ്കിൽ ഞാൻ അങ്ങനെ ആക്ഷേപിച്ച് പറയുന്നതല്ല. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? മധു മുല്ലശ്ശേരിക്ക് അവിടെ ഇരുന്നിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആളാ. കുറേ ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ അവതരിപ്പിക്കാൻ മാത്രം ഒരു വലിയ വ്യക്തിത്വമാണ് ഈ മധു മുല്ലശ്ശേരി. അദ്ദേഹത്തിന്റെ ഇന്ന് കാപ്പി പൊതിച്ചോണ്ട് പത്രസമ്മേളനം കണ്ടില്ലേ? അതിന് തൊട്ടടുത്തിരുന്ന ആരൊക്കെയാ? ബഹുമാനപ്പെട്ട മുരളീധരൻ, അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന നേതാക്കന്മാർ ഒരു പട തന്നെ ഇരുന്നു. അപ്പൊ ഇത് കേവലം സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അദ്ദേഹം പറഞ്ഞൊരു വാചകം ദയവായിട്ട് ഹാഷ്മിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹാഷ്മിയെ പോലെ ഒരു നല്ല ഒരു മാധ്യമപ്രവർത്തനം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു തറവാടിയായ നായരാണ്, ഞാൻ അവിടുത്തെ ഏറ്റവും പ്രമുഖമായ നായ തറവാട്ടിലെ ബംഗാണെന്നൊക്കെ CPM-നെ കൊടി പിടിച്ച് ഈ മനുഷ്യനത് പറഞ്ഞെങ്കിൽ ഇദ്ദേഹത്തിനെ കണ്ടുപിടിക്കുന്നതിലും ഇദ്ദേഹത്തിന്റെ മനസ്സ് റീഡ് ചെയ്യുന്നതിലും പാർട്ടി അവിടെ ഒരു അല്പം പരാജയപ്പെട്ടതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള നീചവർഗം ഈ ജാതി മത സമുദായ കോലങ്ങളുമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വഞ്ചിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ ഇത്ര ആർഭാടമായിട്ട് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള CPM-ആണ് ആർഭാടമായി കൊണ്ടു നടന്നത് ആരാണ്? CPM-ആണ്. 2 തവണ ഏരിയ സെക്രട്ടറി ആരാണ്? CPM-ആണ്. താങ്കൾ ഈ പറയുന്ന മട്ടിൽ അത്രത്തോളം ജാതി ചിന്തയും അത്രത്തോളം അധമ ചിന്തയും ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ആളാണെങ്കിൽ കൊണ്ടു നടന്നത് CPM-ആണ് റജി ലൂക്കോസെ, അല്ലാതെ മാധ്യമങ്ങളാണോ? അത് മുട്ട പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയില്ലേ? മുട്ട ആരെങ്കിലും തുറന്നു നോക്കാറുണ്ടോ? തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഞങ്ങൾ നല്ലത് നാടൻ കോഴിമുട്ടയാന്ന് പറഞ്ഞ് കരുതി ഇങ്ങനത്തെ ചില ആളുകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ട്. 10-40 വർഷം പാർട്ടിയോടൊപ്പം സഞ്ചരിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായില്ലെന്ന് പറഞ്ഞെങ്കിൽ അത്ഭുതം കൂറുവാണ്. കാരണം ഇവരുടെയൊക്കെ മനസ്സ് വായിക്കുന്ന ഭാവിനി ഇനി കണ്ടുപിടിക്കണം. അതാണ് ഇതിനകത്ത് രസം എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിൽ ഹാഷ്മി നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു നായരാണ്, ഞാനൊരു നായർ തറവാടിയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ വീട്ടുകാരനാണ് ഞാൻ. അങ്ങനെ ഒരാളെ CPM പരിഗണിച്ചില്ലെന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു വാക്കുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഇന്ന് 4ാമത്തെ ചർച്ചയിലാൻ പറ്റി. ഇന്നലെയും മിനിഞ്ഞാന്ന് കേട്ട് എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ അയാളുടെ എന്താണ് അയാളുടെ ചെറുതാവൽ. 42 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒന്നും പഠിച്ചില്ല എന്ന ബോധ്യം. റജി ലൂക്കോസ്, എൻ്റെ ചോദ്യം അതല്ല. റജി ലൂക്കോസ്, എൻ്റെ ചോദ്യം ഒരു ഇൻട്രോയിലെ ഒരു വരി കേൾക്കുമ്പോൾ പോലും അസഹിഷ്ണുവായി എഴുന്നേറ്റ് പോകുന്ന ഒരാൾ ഈ പറയുന്ന രീതിയിൽ അവിടെ വീട്ടുമുറ്റത്ത് ഓടിയും 2-3 കാറുകളുമുള്ള ഒരു അതിസമ്പന്നനെ ആനയിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി 2 വട്ടമാക്കിയത് ആരാണ്? മാധ്യമങ്ങളാണോ? BJP-ആണോ? അല്ലല്ലോ, അത് CPM അല്ലേ? ആ CPM-ന്റെ കൊടി കളഞ്ഞു. ഓക്കെ, രായ്ക്കു രാമാനം BJP-യിലേക്ക് ചേരാനും മാത്രമുള്ള രാഷ്ട്രീയ സെൻസിറ്റിവിറ്റി അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അയാൾക്ക് കിട്ടിയ പാർട്ടി വിദ്യാഭ്യാസം എന്താണ്? അയാൾ ഈ 42 വർഷം ഈ പാർട്ടിയിൽ നിന്ന് പഠിച്ച രാഷ്ട്രീയം എന്താണ് റജി ലൂക്കോസ്? ഞാൻ നായർ തറവാടിയാണെന്ന്, ഞാനിവിടുത്തെ ഏറ്റവും വലിയ നായർ ഫാമിലി മെമ്പറാണെന്ന് അയാൾ പറഞ്ഞത് ഈ ഭൂലോകത്തിൽ മലയാളത്തിൽ വാർത്തകൾ കാണുന്ന മലയാളത്തിൽ കേൾക്കാത്തൊരു വ്യക്തി ഹാഷ്മിയുള്ളൂ. ഞാൻ ഹാഷ്മിയെ കുറ്റപ്പെടുത്തുന്നില്ല, ഒരുപക്ഷെ അറിയാത്തതായിരിക്കും. ഹാഷ്മി അതുകൂടെ ഒന്ന് റെഫർ ചെയ്യണമായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞതെന്ന് കേരളം മൂക്കത്ത് വെച്ച് ആ കുഞ്ഞുങ്ങളുടെ വേർപാട് കാരണം മാത്രമേ അത് കാര്യമായ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ. എന്റെ ചോദ്യം അത് തന്നെയാ. എന്റെ ചോദ്യം അത് തന്നെയാ. ഉള്ളിൽ താങ്കൾ പറയുന്നത് പോലെ ഈ പറയുന്ന ജാതിബോധം തോന്നുന്ന ആളാണെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല.
ഈ പറയുന്ന അതൊന്നും ചെക്ക് ചെയ്യാം ശ്രീ വി രാജേഷ്. ഞാൻ കേട്ടില്ല. ഞാൻ എന്താ പറയുക, താങ്കൾ പറയുന്നത് പോലെ ഞാനും തിരക്കിലായിരുന്നു. ഈ പറയുന്ന ആലപ്പുഴയിലെ കളർകോട് ആ കുഞ്ഞുങ്ങളുടെ എന്താണ് അതിൻ്റെ വാർത്തകളിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കേട്ടതല്ല. അതൊന്ന് ചെക്ക് ചെയ്യാം, എന്തായാലും ചെക്ക് ചെയ്യാം. ശ്രീ റെജിലൂസ് അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ പറയുന്ന ചിന്തകൾ ഉള്ളിൽ പേറുന്ന ആളെ ഇക്കാലം അത്രയും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മംഗലപുരം പോലെ CPM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി വെച്ചത് ആരാണ്? റെജി ലൂക്കോസ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏരിയ കമ്മിറ്റി മെമ്പറായിട്ട് അദ്ദേഹം 2 പ്രാവശ്യം ഇരുന്നു. നിരവധി തവണ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി, ബ്രാഞ്ച് സെക്രട്ടറിയായി. ഇങ്ങനൊരാൾ ഈ രീതിയിലുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കണമെന്നുള്ള ഈ ഭൂമിയിൽ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? നാളെ രാവിലെ 24 ചാനലിൽ രാവിലെ വന്നിട്ട് ആഷ്മി അങ്ങനെ സംഭവിക്കുന്നില്ല എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വാദത്തിനോട് പറഞ്ഞത് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കാരും ഗസ് ചെയ്യാൻ പറ്റുമോ ആഷ്മിയുടെ മനസ്സിനെ? അതൊക്കെ സംഭവിക്കാണ്. മനുഷ്യരുടെ പാർട്ടിയാണ് CPM. പിന്നെ അതിസമ്പന്നൻ എന്നൊരു വാക്ക് പറഞ്ഞോട്ടെ. ആഷ്മി അതിസമ്പന്നൻ എന്നുള്ള വാക്കൊന്നും ഞാൻ ബൈറ്റ് ചെയ്യിപ്പിക്കട്ടെ. ഇപ്പൊ എന്താണ് ജില്ലാ സെക്രട്ടറി വിജോയുടെ വാക്കുകൾ ഒന്ന് പ്ലേ ആവോ? മധു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരുന്നതിന് CPM അത് ബാധകമല്ല. കാരണം മധു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് BJPയുമായിട്ട് അടുത്ത് ഇടപഴകി വരികയായിരുന്നു. അത് പാർട്ടിക്ക് നല്ല ബോധ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ആ ബോധ്യപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ചില തീരുമാനങ്ങൾ പാർട്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ BJPയിലേക്ക് മെല്ലെ കാലെടുത്ത് വെച്ചിരുന്നു. ഈ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴും അവരുമായിട്ട് ചില ചർച്ചകൾ നടത്തിയിരുന്നു, അവരുമായിട്ട് ചില കൺസേൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ചില കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഹാഷ്മി രാജിവെച്ചാൽ ഹാഷ്മിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയോ എന്ന ന്യായം പറയല്ലേ? ജില്ലാ സെക്രട്ടറിയാ പറയുന്നത്. എന്താ പറയുന്നത്? CPMന്റെ അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോഴേക്കും ഈ കക്ഷി BJPയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ്. 2 വള്ളത്തിൽ കാല് വെച്ച ആളെന്നാണ്. അതുകൊണ്ട് പ്രതിപക്ഷ ചോദിക്കുകയാണ്, എന്താണ് CPM നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ഏരിയ സെക്രട്ടറിമാർ, എത്ര ജില്ലാ സെക്രട്ടറിമാർ ഇപ്പോൾ BJPയുമായി ബന്ധം വെച്ച് പുറത്തുനിന്ന് പറയൂ എന്ന് പറയാൻ കാരണം എന്താണ്? ജില്ലാ സെക്രട്ടറി എന്ന് പറയലാണ്. അയാൾ CPM ഏരിയ സെക്രട്ടറി ആയിരുന്ന കാലത്ത് BJPയുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്ന് പറയാണ്. ബഹുമാനപ്പെട്ട ജോയി MLA അത് കൃത്യമായിട്ട് ഇന്നലെ ഇന്നും പറഞ്ഞു. കാരണം എന്താ, അങ്ങനെ ഒരു സംശയം ഉള്ളതിന്റെ പേരിലാണല്ലോ ഇദ്ദേഹത്തിനെ തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്താതെ അദ്ദേഹത്തിനെ മാറ്റാൻ ശ്രമിച്ചത്. അത് വളരെ കൃത്യമല്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമന്നുകൊണ്ട് പോയോ? 3ാം വട്ട സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാർട്ടി തീരുമാനമെടുത്ത് ബഹുമാനപ്പെട്ട ജലീൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞങ്ങളുടെ സഖാവിനെ ഏരിയ സെക്രട്ടറി ആക്കിയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാദഗതി പോയില്ലേ? അതല്ലേ അതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പൊ വളരെ കൃത്യമായില്ലേ? അത് ക്രിസ്റ്റൽ ക്ലിയർ ആവണമെങ്കിൽ മധു അദ്ദേഹത്തിന്റെ വ്യക്തിവേദനയുടെ പേരിൽ അയാൾ മാറി നിൽക്കണമായിരുന്നു. വ്യക്തിവേദന പേരിൽ അയാളുടെ രോഷം വേണേ മാധ്യമങ്ങളോട് പറഞ്ഞോട്ടെ, പക്ഷെ അയാൾ മാറി നിൽക്കണമായിരുന്നു. ഇത് 82 മുതൽ തുടങ്ങിയ CPM ബന്ധം ഉപേക്ഷിച്ച് രാഖി രാമാനം കാവിക്കൊടി പിടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് പ്രശ്നമുണ്ട്. റെജി ലൂക്കോസ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വി രാജേഷ്, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ BJPയിലേക്ക് വന്നു. അഭിനന്ദനങ്ങൾ. എനിക്ക് ഒരു സെക്കൻഡ് തരണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വർഷങ്ങളോളം കാവിക്കൊടി ധരിക്കുകയും മതവിദ്വേഷത്തിന്റെ റെക്കോർഡിട്ട ഒരു വ്യക്തി ഒരു കസേര കിട്ടില്ലെന്ന് പറഞ്ഞ് BJPയിലേക്ക് ചേക്കേറിയില്ലേ? ആ BJPക്കാർക്ക് ഇവരുടെ മനസ്സ് വായിക്കാൻ പറ്റിയോ? പറ്റിയില്ലല്ലോ. അതാണ് മനുഷ്യന്റെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം പറഞ്ഞു CPMനെ വേട്ടയാടാൻ ശ്രമിക്കും. BJPയെ പോലൊരു പാർട്ടിയാണ് CPM എന്നും റെജി ലൂക്കോസ് സമ്മതിച്ചാൽ എനിക്ക് വാദങ്ങളില്ല. BJPയെ പോലൊരു പാർട്ടിയാണ് CPM. BJPക്ക് മനസ്സ് വായിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നാണ് റെജിയുടെ വാദമെങ്കിൽ ഞാൻ വിട്ടു.